ഓക്കെ, അപ്പൊ ഇത് നാം എല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുന്നത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഗോൾ ഉണ്ട്. അപ്പൊ ആ ഗോള് സഫലമാകണം എന്നുള്ള ആ ഒരു ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ഞാനും നിങ്ങളും എല്ലാവരും അല്ലെ. നമുക്ക് പല ഡ്രീംസ് ഉണ്ട്, ഗോൾസ് ഉണ്ട്, പല ചിന്തകളുണ്ട് സക്സസ് ആകണം എന്ന്. അപ്പൊ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈമിനെ ഞാൻ വാല്യൂ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഗോൾ എഴുതാൻ അറിയില്ല, അത് കറക്റ്റ് ചെയ്തിട്ട് പോവുക. കാരണം നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ സ്ക്രീനും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ഒരു ഹോട്ടലിൽ പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഹോട്ടലിൽ പോയി ആദ്യം നമ്മൾ പോയി സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആ സെർവർ അല്ലെങ്കിൽ വെയിറ്റർ വന്നിട്ട് നമ്മുടെ കയ്യിൽ എന്ത് തരും? ഒരു മെനു കാർഡ് തരും അല്ലെ. മെനു കാർഡ് തന്നിട്ട് അദ്ദേഹം നമ്മളോട് ചോദിക്കും, എന്ത് ഓർഡർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ഇത്രയും ചോദിച്ചിട്ട് ചിലപ്പം നമ്മൾ ആലോചിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് കുറച്ച് ടൈം തന്നിട്ട് മാറി നിൽക്കും. യെസ് ഓർ നോ? അങ്ങനെയല്ലേ? നമ്മൾ എല്ലാവരും ഹോട്ടലിൽ പോയിട്ടുള്ള വ്യക്തികളാണ്, പോകുന്നവരാണ്. അപ്പോ ഇതാണ്, ആദ്യം ചെല്ലും, നമ്മളൊരു സീറ്റിൽ അവര് ഇരുത്തും. അതിനുശേഷം നമ്മുടെ കയ്യിലെ ഒരു മെനു കാർഡ് തന്നിട്ട് അവർ പറയും, നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ എന്ന് പറയും അല്ലെ. അപ്പം നമ്മൾ അവരെ വിളിക്കും. എന്റെ ഫാമിലിക്ക് ഇപ്പം ഒരു കാര്യം വേണം, അല്ലെ എനിക്ക് വേറൊരു കാര്യമാണ് വെക്കുക. അല്ല, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു മെനു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വേറെ ഒരു കാര്യമായിരിക്കും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണേ. സോറി, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. എനിക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദയാന. ഓക്കെ ഓക്കെ, അപ്പം ആ മെനു നമ്മള് വായിച്ചിട്ട് അവരെ വിളിച്ചിട്ട് പറയും, എനിക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ഇന്ന ഗ്രേവി അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ എന്താ പൊറോട്ട അല്ലെങ്കിൽ മസാല ദോശ, ഇങ്ങനെ നമ്മൾ അവർക്ക് ഓരോ ഓർഡർ കൊടുക്കും. അപ്പൊ അവര് എല്ലാം നോട്ട് ചെയ്യും അല്ലെ. നോട്ട് ചെയ്തിട്ട് ഒന്നും പറയാതെ പോകും. അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പൊ നമ്മൾ അവരെ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. ഇല്ലില്ല, നിങ്ങൾ ദോശ എഴുതിയത് ക്യാൻസൽ ആക്കിയിട്ട് എനിക്ക് ഇഡ്ഡലി തന്നാ മതി എന്ന് പറയും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും എഴുതിയിട്ട് വീണ്ടും അവർ മുന്നോട്ട് തിരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ വീണ്ടും അവരെ വിളിച്ചിട്ട്, എനിക്ക് ഇഡ്ഡലി കഴിക്കാനും ആഗ്രഹമില്ല, എനിക്ക് നിങ്ങളൊരു ജ്യൂസ് തന്നാ മതി എന്ന് പറയും. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്താൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യം അവര് ഒന്നും പറയില്ല, എഴുതിയിട്ട് പോകും. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ വെയിറ്റർ പറയും, നിങ്ങൾ ആകെ കൂടെ കൺഫ്യൂഷൻ ആണല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോ അവരെന്ത് പറയും? നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ, എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്? നമ്മള് ഒരു കാര്യത്തിന് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാല് അവർക്ക് നമുക്ക് തരുന്ന കാര്യം കറക്റ്റ് ആയിട്ട് തരാൻ പറ്റുകയില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചിന്തകൾ കൊണ്ട് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ദൈവത്തെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മള് ആദ്യം ആഗ്രഹിക്കും, എനിക്ക് ഇന്ന ഗോളാണ് ആവശ്യം, അല്ലെങ്കിൽ എന്റെ ആഗ്രഹം ഇതാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യാൻ എനിക്ക് ആഗ്രഹം, ഇത്ര സാലറിയാണ് എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അടുത്ത ദിവസം നമ്മൾ ആ ബിസിനസ് അല്ലെങ്കിൽ ആ കാര്യങ്ങള് നമ്മൾ മാറ്റും അല്ലെ. എങ്ങനെയാണ് മാറ്റുന്നത്? നമ്മുടെ ചിന്തകൾ കൂടെ. നമ്മൾ പറയത്തില്ല, അല്ലെ എനിക്ക് കുറച്ചും കൂടെ സാലറി വേണം, അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യമായിരിക്കും ആവശ്യം, എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്താ ഇത് ശരിയാകില്ല, ഈ ബിസിനസ് ഞാൻ ഒരുപാട് കൺഫ്യൂഷൻ ആണ്, എനിക്ക് ഈ ബിസിനസ് ശരിയല്ല.
ആരാണെന്ന് അറിയില്ലല്ലോ, ഒരു മിനിറ്റ്. സാംസൺ. ഓക്കെ, മ്യൂട്ട് ചെയ്യുക. നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇപ്പൊ വിചാരിക്കുകയാണ് ജോലി ചെയ്യണം, അപ്പൊ അടുത്ത നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറയാണ്, ഓ ഈ ജോലിയൊക്കെ ചെയ്താണ് നിങ്ങൾ ജീവിക്കുന്നത്, അല്ല നീ ഇന്ന കമ്പനിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നീ ഇന്ന ബിസിനസ് ചെയ്ത് നോക്ക്. നമ്മൾ അവിടെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് പറയും, ഇന്ന വ്യക്തി നിന്റെ കൂടെ ഒപ്പം പഠിച്ച വ്യക്തി അല്ലേ, ആ വ്യക്തി ഇന്ന രീതിയിൽ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, അപ്പൊ നമ്മൾ അവിടെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗോൾ ഇല്ല എന്നതാണ് അവിടെ. അപ്പൊ ഈ ലോകത്ത് സക്സസ് ആകാത്തതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും എന്താണ്, കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ രൂപേണയാണ് കിടക്കുന്നത്, നമുക്കറിയില്ല. അപ്പൊ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിഗ്നലുകൾ നമ്മൾ വിട്ടുകൊണ്ട് ഇരിക്കുകയാണ് യൂണിവേഴ്സിലേക്ക്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്, ഓരോ സിഗ്നലും കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും. അപ്പോ നമ്മള് ഈ ഗ്രൂപ്പില് വന്ന് ജോയിൻ ചെയ്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് ഇതുവരെയും നിങ്ങൾക്ക് ഗോള് അറിയില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. നമുക്കൊരു ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പകുതി സക്സസ്. നമുക്ക് എന്താണ് വ്യക്തമായിട്ട് വേണം എന്ന് നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആവാൻ പറ്റും. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? പറയൂ. ഞാൻ വിശ്വസിക്കുന്നു. യെസ്, മിഥുന് മിഥുന് ഗോൾ എഴുതിയിട്ടുണ്ടോ ഇതുവരെയും? എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഏതിലാണ്, കരിയറിലാണോ അതോ? ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് കേട്ടത്. പിന്നെ ഞാൻ ഇന്നലെ ഞാൻ ഓൾറെഡി ഒരുപാട് ഇതേപോലെ പല ആളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ മാമിന്റെ ഇതിൻ്റെ അകത്ത് ഇന്നലെ ഞാൻ ഓൾറെഡി ഒന്ന് എഴുതിയിട്ടുണ്ട്. നമ്മള് രാവിലെ, ആഫ്റ്റർനൂൺ, നൈറ്റ്, ഇന്നലെ മുതൽ ഞാൻ ഓൾറെഡി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് നിലവിൽ പുറത്ത് പറയുന്നില്ല, എല്ലാം സക്സസ് ആവട്ടെ, അതിനുശേഷം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സൂപ്പർ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഗോള് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് ഗോള് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ കിട്ടത്തുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രേരണയില്ല എന്ന് നമുക്ക് ജീവിക്കാൻ തോന്നുമോ? എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു അർത്ഥമില്ല എന്ന് ചിലർ പറയുന്നത് കേട്ടില്ലേ? എനിക്ക് അർത്ഥമേ ഇല്ല, നാളെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല, പിന്നെ ഞാൻ എന്തിനാ എഴുന്നേക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോ ആ അർത്ഥമില്ലാത്ത ഒരു ജീവിതം, ഒരു മിനിറ്റ്, ആരാണ്? ഷേർലി മാം. ഹലോ ഷേർലി മാം. മാം അവിടെയാണോ? മ്യൂട്ട് ഒന്ന് ചെയ്യുമോ പ്ലീസ്? ഓക്കെ, ആരാണ് മ്യൂട്ട് ചെയ്യാനുള്ളത്? ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യുക, ഡിസ്റ്റർബ് ആകുന്നുണ്ട് പ്ലീസ്. എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല, ഞാൻ എല്ലാവരും മ്യൂട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം നമ്മുടെ ഗോള് വിജയിക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. അപ്പൊ വിജയിക്കണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, പറഞ്ഞതുപോലെ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, അല്ലെ? ആ ലക്ഷ്യത്തിൽ നമ്മൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ ആ പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, വിജയിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ വിചാരിക്കും, എനിക്ക് കിട്ടാത്ത ഒരു ജോലി, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത ഒരു പ്രോഫിറ്റില് ബിസിനസ്, അല്ലെങ്കിൽ എന്റെ റിലേഷൻഷിപ്പ് ഇത്രയും മോശമായ ഈ സ്ഥിതിയിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതുവരെ ഞാൻ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ എങ്ങനെ വിജയിച്ചു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സക്സസ് ആയിരിക്കുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് കള്ളമല്ലേ എന്നാണ് നമ്മുടെ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ, അല്ലെ? പക്ഷേ നമ്മുടെ ബ്രെയിനിന്റെ പാറ്റേൺ, അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ പല കേട്ടിട്ടുണ്ടാവാം. ആ ബ്രെയിനിന്റെ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ബ്രെയിനിന് പാസ്റ്റോ അല്ലെങ്കിൽ ഭാവിയോ അറിയില്ല. നമ്മുടെ ബ്രെയിനിന് ഈ നിമിഷം എന്ന് മാത്രമേ അറിയത്തുള്ളൂ, അതായത് പ്രസന്റ് മൊമെന്റ്. അപ്പൊ നമ്മൾ
വിജയിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കൂ. ഇത് ഒരു സയൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ വിജയിച്ചു എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ. സിറ്റുവേഷൻ ഇപ്പൊ നിങ്ങൾ കടത്തിന്റെ മേൽ കടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതേ ഇല്ല. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻ കഴിച്ചിട്ടും നല്ലൊരു ആരോഗ്യം കിട്ടുന്നില്ല. സിറ്റുവേഷൻ മാറ്റാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. ഇഫ് യു ബിലീവ്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചിന്തിക്കുക. എങ്ങനെ ചിന്തിക്കണം? വിജയിച്ചു എന്ന് ചിന്തിക്കണം. രണ്ടാമത്, നമ്മൾ വിജയിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നാം അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ നാം സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങും, വർക്കിലേക്ക് ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കും. എന്താണ് ആക്ഷൻ എടുക്കുന്നത്? അത് നമ്മുടെ വഴിയെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ആക്ഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോണ്ടിരിക്കും. നമുക്ക് വേറെ ആരും ഫോഴ്സ് ചെയ്ത് തരണ്ട, വേറെ മോട്ടിവേഷൻസ് ആവശ്യം വരില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിശ്വസിക്കാം. ഇപ്പോ മിഥുൻ സർ പറഞ്ഞു, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം 369 എന്ന ടെക്നിക്ക് ചിലപ്പോൾ എഴുതാൻ തുടങ്ങി കാണും. അപ്പൊ ആ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കണം. പലരും വിചാരിക്കും ഇങ്ങനെ ഒന്ന് എഴുതിയാൽ എന്റെ ജീവിതത്തിൽ ഗോൾ നേടിയെടുക്കാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ വിശ്വസിച്ചാൽ പറ്റും. പക്ഷേ 100% 45 ഡേയ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേടാനായില്ലെങ്കിലും ആ ഒരു പോസിറ്റീവ് പാതയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ആ ഗോള് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. അതിന് തീർച്ചയായിട്ടും ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. ആദ്യം ചിന്തിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ആരെങ്കിലും മനുഷ്യന്റെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഇവിടെ കോയമ്പത്തൂരിൽ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് എന്നൊക്കെ എന്നെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ഇന്റർനെറ്റ് ആണ്, അല്ലെ? അപ്പൊ ആ ഇന്റർനെറ്റ് വഴി നമ്മൾ കണക്റ്റഡ് ആവുന്നത് ഒരു മനുഷ്യന്റെ ചിന്തയാണ്. ഏതോ ഒരു മനുഷ്യന്റെ ചിന്തയാണ്. അവരുടെ ബ്രെയിനിലുണ്ടായ ഒരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ ഇത്രയും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, ഈ ലോകം മുഴുവനും കണക്റ്റഡ് ആവുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാ ചിന്തിക്കുന്നത്, മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് അത് വരുന്നത്. ഓക്കെ, അപ്പോ ആ വിജയം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾ നേടിയെടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന 3 കാര്യമാണ്. എന്താണ്? ഒന്ന്, ചിന്തിക്കുക, പ്രവർത്തിക്കുക, വിശ്വസിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവിടെ ഗോൾ ഉണ്ട്? ഗോൾ ഇല്ലാത്തവർ, ഗോൾ മാക്സിമം പേർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഇല്ലാത്തവർ നോ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. നമുക്ക് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാക്കണം. ഗോൾ ഉണ്ടാക്കി എഴുതാം. ഓക്കെ, അപ്പൊ എത്ര ടൈപ്പ് ചെയ്തേ? നോ എങ്കിൽ നോ, എസ് എങ്കിൽ എസ് വേണ്ട, നോ. ഗോൾ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പറയും. എല്ലാവർക്കും ഗോൾ ഉണ്ട്. സൂപ്പർ, എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. കാരണം നിങ്ങളുടെ ഫസ്റ്റ് വിജയിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ചിന്തിച്ചതാണ്. എനിക്ക് ഇന്ന കാര്യം ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ഗോൾ ഇതാണ്, എൻ്റെ ലക്ഷ്യം ഇതാണ്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് താണ്ടിയിരിക്കുകയാണ്. യെസ്, ഓക്കെ. അപ്പോ നമുക്ക് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം? കറക്റ്റ് ആണോ നിങ്ങൾ ചെയ്തേക്കുന്നത് എന്നൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നിങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. എനിക്ക് ഒരു ജോലി വേണം. ഏത് ജോലിയാണ് വേണ്ടത്? യെസ്, പല ടൈപ്പിലെ ജോലിയുണ്ട്. മെക്കാനിക്കൽ ജോലിയുണ്ട്, ഹോസ്പിറ്റലിലുള്ള സർവീസ് ജോലികളുണ്ട്, സെല്ലിംഗ് ജോലിയുണ്ട്, അതായത് മാർക്കറ്റിംഗ് ജോലിയുണ്ട്, HR-ന്റെ ജോലിയുണ്ട്, ഫിനാൻസിന്റെ ജോലിയുണ്ട്, പൈലറ്റ്, എന്തൊക്കെ ജോലിയുണ്ട്, അല്ലെ? സോ ഏത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അറിയാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയാം, നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവും, ഇന്ന ജോലി അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ആണ് എൻ്റെതെന്ന്. അപ്പൊ ആ ലക്ഷ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കണം.
ഒരു കൃത്യതയായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് ഇന്ന കമ്പനിയിൽ ജോലി ആണ് എൻ്റെ ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം അതാണ്, ആ കമ്പനി ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം ആവശ്യമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു ഭവനമായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ കുറച്ച് വസ്തുവായിരിക്കും, എന്തായാലും ശരി, അത് കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം. വീട്, ഇന്ന സ്ഥലത്ത് എനിക്ക് വീട് വേണം. ഓക്കെ, നിങ്ങൾക്ക് പ്ലാൻ അറിയില്ലെങ്കിലും കൂടെയും ഇത്ര ബഡ്ജറ്റിനുള്ളിൽ, ഇത്ര, അല്ലെങ്കിൽ ബഡ്ജറ്റ് വേണ്ട, ഇന്ന സ്ഥലത്ത് എനിക്കൊരു വീട് വേണം, അത്രയെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അതുപോലെ ഇപ്പോൾ ഞാൻ ഒരു 45 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 369 മെത്തേഡ് അല്ലെ. രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, വൈകിട്ട് 9 പ്രാവശ്യം കിടക്കുന്നതിന് മുമ്പേ. അപ്പം ഇത് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ വിചാരിക്കും ഓക്കെ ഒരു ദിവസം ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എഴുതി വെച്ചിട്ട് പിന്നെ അതേ ദിവസം വായിക്കണം, ഇതൊക്കെ എന്തിനാണ് എന്ന് നമുക്ക് മൈൻഡിൽ വരാം. നമ്മൾ എത്രത്തോളം കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു പോസിറ്റീവായിട്ട്, അത്രത്തോളം നമ്മുടെ ഗോള് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനാണ് ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്, ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്, സ്ഥിരത. നമ്മൾ എന്ത് ചെയ്യും? തന്നെ എഴുതാൻ പോയാൽ മാക്സിമം ടൈം നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോലെ. പ്രത്യേകിച്ച് 369 എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നേരം പോലും നമുക്ക് തെറ്റാൻ മുടങ്ങാൻ പാടില്ല. അതിനാണ് നമ്മൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി 3 രാവിലെ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടും. അപ്പൊ നിങ്ങൾക്ക് ആ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് നിങ്ങൾ വാട്സപ്പ് എടുത്തിട്ട് ആ ഗ്രൂപ്പ് പോയിട്ട് പിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മേളില് ആ ചാർട്ട് വരും. ഈ 45 ദിവസത്തേക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചാൽ ഓരോ ദിവസവും ഞാൻ അല്ലെങ്കിൽ അഭിത്തമയം ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഇടും രാവിലെ 3 പ്രാവശ്യം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. നിങ്ങൾ മറന്നു പോയാൽ കൂടെയും അത് റിമൈൻ. അപ്പൊ ഇത്രയും കൈ പിടിച്ച് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ഓക്കെ, ഹാപ്പിയാണോ നിങ്ങൾ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ ടൈപ്പ് ചെയ്തേ വൈകുന്നൊന്ന്. യെസ് മാം, ഹാപ്പി. ഓക്കെ, അപ്പൊ എല്ലാവരും അത് റെസ്പോൺസിബിലിറ്റി എടുക്കണം. കാരണം നമ്മുടെ, അതായത് എന്റെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, വേറൊരാൾക്കല്ല. അപ്പം നമ്മൾ മറന്നു പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ സിറ്റുവേഷൻസ് ചിലപ്പോൾ മോശമായിരിക്കാം, വീണ്ടും നമുക്ക് അത് നടക്കുമോ നടക്കത്തില്ലയോ, അല്ലെങ്കിൽ പലരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരാം ആ സമയത്ത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ല, ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ യൂണിവേഴ്സിനോട്, ഞാൻ ദൈവത്തോട് എന്റെ ഗോള് പറഞ്ഞു കഴിഞ്ഞു, എനിക്കത് ലഭിച്ചുകൊണ്ടിരിക്കുക, അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ടിരിക്കുക. വീണ്ടും വീണ്ടും അത് എഴുതുക. അതാണ് രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, വൈകിട്ട് 9 പ്രാവശ്യം. അത്രയും പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് തന്നെ വളരെ ഡീപ്പായിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി അവിടേക്കാണ് പോകുന്നത്. ആ എനർജി നിങ്ങൾ എവിടേക്ക് കൊടുക്കുന്നുവോ ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുക്കും. നമ്മൾ അതുകൊണ്ടാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ഈ ദിവസങ്ങളിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിശ്വസിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പൈസയായാലും ശരി, നല്ല ഹെൽത്ത് ആയാലും ശരി, എല്ലാം നമ്മളിൽ തന്നെയുണ്ട്. നമ്മളുടെ സഹ ക്രിയേറ്ററാണ്, അതായത് സഹസൃഷ്ടാക്കളാണ് നമ്മളെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, അതിനുശേഷം നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രക്രിയയെ വിശ്വസിക്കണം, എന്തായാലും ശരി. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ഉന്മേഷം തോന്നും, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും. തനിച്ചിരുന്ന് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ, ഒരു കൂട്ടായ്മയോടെ ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ 45 ഡേയ്സ് കട്ടയ്ക്ക് നിന്ന് മുന്നോട്ട് പോകണം. ഓക്കെ, ആ 45 ഡേയ്സ് വരയ്ക്കും ആരോടും ഈ ഗോളിനെ പറ്റി പറയരുത്, നിങ്ങളുടെ ഗോളിനെ പറ്റി പറയരുത്. നിങ്ങൾ എഴുതുക എന്നുള്ള അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ അത് നോക്കുക,
വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി എന്നുള്ള ആ ഒരു മെസ്സേജ് ഇടുക. വേറെ ഒരു വ്യക്തിയോടും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഗോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. കാരണം സീക്രട്ട് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും സംഭവിക്കും. അത് ഒരു എന്താ പറയാ, അതിലേക്ക് ഡീപ്പായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഗോൾ സെറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്, അവരോട് പറഞ്ഞേ പറ്റൂ എന്നുള്ള മാത്രം പറയുക. മാക്സിമം അവോയ്ഡ് ചെയ്യുക, പറയാതിരിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ഒരു ബുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ബുക്കില് ഒരു ഭാഗത്ത് നിങ്ങൾ ഗോൾ എഴുതുക. ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഓരോ ദിവസമുള്ള അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് പുരോഗതി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഇതിനെ പറ്റി വന്നോ, അല്ലെങ്കിൽ എന്താണ് എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കുണ്ടായ ഗൈഡൻസ് എഴുതി വെക്കുക. ഓക്കെ, അത് മറക്കരുത്. കാരണം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതുന്ന ബുക്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. യെസ്, ഒരേ ബുക്കിൽ എഴുതാം. ഞാൻ അങ്ങനെയാണ് എഴുതുന്നത്. രാവിലെ ഡേ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡേ 1 എഴുതി 1, 2, 3. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1, 2, 3, 4, 5, 6. എന്നിട്ട് അടുത്ത ദിവസം ഡേ 2 എന്ന് പറഞ്ഞിട്ട് എഴുതി. നിങ്ങളുടെ പുരോഗതി നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എനിക്ക് എന്റെ പുരോഗതി എഴുതണം എന്ന് പറഞ്ഞില്ലേ? ഏതാ പുരോഗതി? ഓരോ ദിവസം പുരോഗതി എഴുതുമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് കിട്ടിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈഡൻസ് അതെങ്ങനെയാണ് വേറെ അന്നത്തെ ദിവസം 9 പ്രാവശ്യം നമ്മൾ എഴുതിയിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഇന്ന് എന്താണ് എനിക്ക് ഈ ഗോള് കൊണ്ട് എന്ത് ഗൈഡൻസ് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് വന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ഇന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഇന്ന ബിസിനസ്. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു ഗൈഡൻസ് ലഭിച്ചിരിക്കും. നിങ്ങൾ അത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക ഈ ദിവസങ്ങൾ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. ആരോട് ഡിസ്കസ് ചെയ്താൽ തീർച്ചയായിട്ടും നെഗറ്റീവ് അടിക്കും. അതുകൊണ്ട് ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ, എത്രയൊക്കെ ആയാലും ശരി. പിന്നെ കൺഫ്യൂഷൻ, ആർക്കെങ്കിലും ഗോളിനെ പറ്റി എഴുതാനുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദയവുചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മള് ഇച്ചിരി പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒന്നും നമ്മളൊരു ഫാമിലിയാണ്. ഒന്നും വിചാരിക്കേണ്ട. ആരും നമ്മളെ ജഡ്ജ് ചെയ്യില്ല, മിസ്റ്റേക്ക് ആയിട്ട് പറയില്ല. നിങ്ങൾക്ക് എന്താണ് ചോദിക്കുകയാണെന്ന് നിങ്ങൾ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. മാഡം, ഇതേ നമ്മള് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതേണ്ടത്. യെസ്, നന്ദി പറയുമ്പോ നമ്മൾ അവിടെ നമ്മുടെ ഫ്രീക്വൻസി ഒരുപാട് കൂട്ടും. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ ഞാൻ സാറിനോട് താങ്ക് യു സർ എന്ന് പറയുന്നതിന് റീസൺ എന്തായിരിക്കും? അല്ലെങ്കിൽ സാർ എന്നോട് താങ്ക് യു മാഡം എന്ന് പറയുന്നതിൽ ഒരു റീസൺ ഉണ്ട് അല്ലെ? എന്തായിരിക്കും? ഒന്നുകില് സാറ് ഞാനൊരു കാര്യം തന്നു, അല്ലെങ്കിൽ സാറ് എനിക്കൊരു കാര്യം തന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ ഞാൻ സാറിനോട് താങ്ക് യു സർ അല്ലേ? യെസ് സാറോ? അപ്പോ ആ നന്ദി പറയുന്നത് നമുക്ക് ഒരു വ്യക്തി ഒരു കാര്യം തരുമ്പോഴാണ് നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കും അല്ലെ? അപ്പോ നമ്മൾ എന്താണ് ദൈവത്തോട് പറയുന്നത്? ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് എനിക്ക് ഈ കാര്യമുണ്ട്, അത് നമുക്ക് ഓൾറെഡി പോസിറ്റീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓൾറെഡി ഈ കാര്യം തന്നതിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. അപ്പം താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ ലാസ്റ്റ് ദൈവത്തിന് നന്ദി, എങ്ങനെ വേണമെങ്കിലും എഴുതും. താങ്ക് യു യൂണിവേഴ്സ്, നിങ്ങൾ എന്താണ് വിളിക്കുന്നത്, യു ക്യാൻ റൈറ്റ് ദാറ്റ്. അങ്ങനെ ദൈവത്തിന് നന്ദിയോടെ എഴുതുമ്പോൾ നാം ഒരു പോസിറ്റിവിറ്റിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇച്ചിരിയെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ആ സമയത്ത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. അത് ചെയ്തതിനു ശേഷം മാത്രമേ എഴുതാവൂ. ഓക്കെ, അതാണ് പ്രാക്ടീസ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം. കാരണം നെഗറ്റീവായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ടോ, സങ്കടപ്പെട്ടുകൊണ്ടോ, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ഇത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ട് നമുക്ക് തിരിച്ചു കിട്ടൂ. കാരണം നമ്മൾ എന്താണോ വിചാരിക്കുന്നത് നമ്മൾ അത് തന്നെ അട്രാക്ട് ചെയ്യും. നമുക്ക് മനുഷ്യരുടെ മുന്നിൽ
സന്തോഷമായിട്ടും സമാധാനപരമായിട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത്. അപ്പൊ ആ ചിന്തകൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് എന്താകും? നമുക്ക് അത് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണോ ഒരു കാര്യം ചെയ്തത്, നമുക്ക് ചുറ്റുപാടും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും ഫ്രസ്ട്രേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് മാറ്റാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. അതിനുശേഷമേ ഇത് എഴുതാം. തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യനല്ലേ, തീർച്ചയായിട്ടും വരും. നമ്മൾ എപ്പോഴും ഈ 45 days അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം എന്നില്ല. പക്ഷെ ഞാൻ ആ ടെക്നിക്ക് പറഞ്ഞുതരാം, അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ സർ. ഹലോ നമസ്കാരം. തങ്ങൾ സർ പറഞ്ഞോളൂ. മാം, ഈ ഗോള് സെറ്റ് അത് ഹെൽത്ത് ഇഷ്യൂസും ഇതിൽ പെടൂലേ? ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഗോൾ ആണല്ലോ. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം എഴുതി. അപ്പൊ ഇതില് സീക്രട്ട് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഡൗട്ട് വന്നു. കാരണം അതൊരു ക്ലിയർ ആയിട്ട് എഴുതാൻ വേണ്ടിട്ടേ. സീക്രട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഞാൻ ഇങ്ങനെ ഒരു ഗോൾ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതൊന്നും പോയി ആരോടും പറയാതിരിക്കുക. സ്വന്തമായിട്ട് എഴുതുക, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. അതെ. ഞാൻ ഇന്നലെ ഇതില് സാമ്പിളും കിട്ടു നോക്കി. ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നതിന് കുഴപ്പമില്ല. ഡൗട്ട് ചോദിക്കുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പോയിട്ട് നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ ഒരു ഹെൽത്തിന് പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. നോക്ക്, ഞാൻ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയോട് പറയുക. നമ്മൾ ഒരു ഫ്രണ്ടിനോട് പറയുകയാണെന്ന് വെച്ചോളൂ. അവരറിയാം ഇതൊക്കെ വിശ്വസിക്കും, നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ രണ്ട് വഴക്ക് പറഞ്ഞിട്ട് പോകും. അപ്പം നമ്മളവിടെ എന്തായി? നെഗറ്റീവായി. എന്തിനാ പറയുന്നേ? നമ്മളിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. പോസിറ്റീവായിട്ടിരുന്നേ പറ്റൂ. നമ്മള് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം പോയി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടരുത്. നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിനാണ് നമ്മൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. പിന്നെ ഞാൻ ഇന്നലെ ഓൾറെഡി എഴുതി തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ഒരു കാര്യം, ഒരു മാറ്റർ എനിക്ക് ലഭിച്ചതായിട്ട് ഞാൻ എഴുതി. അതായത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഞാൻ യൂണിവേഴ്സിനോട്, പ്രപഞ്ചത്തിനോടോ അല്ലെ ദൈവത്തിനോടോ എന്നുള്ള രീതിയിൽ ഞാൻ നന്ദി പറയുന്നില്ല. നന്ദി. ദാറ്റ്സ് ഓൾ. കുഴപ്പമില്ലല്ലോ? നമ്മൾ പറയുന്നത് കാരണം ഇത് വരുന്നത് എവിടുന്നാ? ദൈവത്തിൽ നിന്നാണ്, യൂണിവേഴ്സിൽ നിന്നാണ്. അങ്ങനെ ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നന്ദി പറഞ്ഞു, അത്രയും. അല്ല പ്രപഞ്ചമേ അല്ല ദൈവമേ എന്നുള്ള രീതി പറഞ്ഞിട്ടില്ല. നന്ദി. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ നന്ദിയോടെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നന്ദിയോടെ തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് എല്ലാ കാര്യത്തിനും നന്ദി പറയാൻ തുടങ്ങിക്കേ നമുക്ക് വളരെ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഈ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് മുതലാണ്, അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നേരത്തെ കുറെ പേര് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. അപ്പൊ ആ 30 ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി? ഒന്ന് പോസിറ്റീവായിട്ട് തോന്നി? എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ആ 30 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോ? ഞാനുണ്ടായിരുന്നു. പറഞ്ഞു. പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിചാരിച്ചാൽ അതൊക്കെ സക്സസ് ആകാറുണ്ടായിരുന്നു. ഒന്നിലും പരാജയപ്പെടാറുണ്ടായില്ല. മെയിൻ ആയിട്ട് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതെ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് അവിടെ വരുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? പിന്നെ ഇപ്പൊ ചില ഞാൻ ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷന്റെ കുറെ വീഡിയോ ഞാൻ കാണാറുണ്ട് യൂട്യൂബില്. അപ്പോ എന്താ പറയാ, ചില ആൾക്കാർ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോ, അതായത് നമ്മളിപ്പോ ഒരു 3:40 മുതൽ ഒരു 5:30 5:30 വരെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. നമ്മളെ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത് എഴുതുന്നതും ആ ഒരു മോർണിംഗിൽ ഇന്ന സമയത്ത് എഴുതണമെന്നോ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഇങ്ങനെ സമയത്ത് എഴുതണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. 369 ടെക്നിക്ക് മാത്രം നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഓക്കെ, അത് ഏതെങ്കിലും ടൈമിൽ എഴുതാം. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മണി വരേക്ക് എഴുതാം? 12 മണി വരേക്ക് എഴുതാം നമ്മൾ രാവിലെ, അല്ലെ? 12 മുതൽ എനിക്ക് തോന്നുന്നൊരു 6 7 മണി വരെ നമുക്ക്, അല്ലെങ്കിൽ പോട്ടെ ഒരു 5 മണി വരെ നമുക്ക് ഉച്ചയെന്ന് പറയാം. അങ്ങനെയല്ലേ നമ്മൾ നോർമലി? അല്ലെങ്കിൽ പോട്ടെ 12 മുതൽ ഒരു 4 മണി വരെ ഉച്ച. അതിനുശേഷം വൈകിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 8 9 നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ, അല്ലെ? 10 മണി ആ സമയം. ഞാൻ ഒരിക്കലും ടൈമിങ്ങിനോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ എന്താ പറയുക, എനിക്ക് വീട്ടിൽ പല കാര്യങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വീട്ടിലെ ആളുകളുണ്ട്, അവരെയൊക്കെ നോക്കണം. അപ്പം ഞാൻ ചിലപ്പം രാവിലെ എഴുന്നേറ്റ് എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു പ്രഷർ എനിക്ക് കൊടുക്കാറ്.
അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പ്രഷർ ചെയ്ത് നിങ്ങൾ സന്തോഷമായിട്ട് ചെയ്യണം ചെയ്യുന്ന പ്രോസസ്സ്. നിങ്ങൾ 3:30 എഴുന്നേക്കണം. 3:30 എഴുന്നേക്കാത്ത ഒരു വ്യക്തി 2 ദിവസം എഴുന്നേക്കും, 3-ാമത്തെ ദിവസം പിന്നെ വേറെ ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് അവർ പോയി കിടക്കും, അല്ലേ? അപ്പൊ കഴിഞ്ഞില്ലേ പ്രോസസ്സ്? നിങ്ങൾ എഴുന്നേറ്റ് രാവിലെ സന്തോഷത്തോടെ ചെയ്യും. അതാണ് ആവശ്യം. പിന്നെ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേക്കുന്നത് നല്ല ഹാബിറ്റ് ആണ്. അത് നമുക്ക് പല ഹെൽത്ത് ബെനിഫിറ്റ് കൊടുക്കും. പിന്നെ രാവിലെ ഒരു എന്താ പറയുക, വളരെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഇഷ്ടം, നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. പക്ഷെ ഒരുപാട് പ്രഷറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ലെവലിൽ എത്തും. സ്റ്റാർട്ടിങ്ങില് ഒരു കുഞ്ഞ് ആദ്യം ഒരു കാല പിച്ച വെക്കുന്നേ, രണ്ടാമത് വീഴും, വീണ്ടും. അങ്ങനെയാണ് അദ്ദേഹം മാരത്തോണിലൊക്കെ ഓടുന്ന വ്യക്തിയായി മാറുന്നത്. അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇന്ന ലെവലിലേക്ക് വരണമെന്ന്. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേക്കാം, നമുക്ക് തന്നെ തോന്നും, നമ്മൾ തന്നെ ചെയ്യും. കാരണം വേറൊരാൾ അഡ്വൈസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. നമ്മൾ വേറെ മെഡിറ്റേഷൻ, വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു ഓൾറെഡി കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം പലര് നമ്മള് സാംസർ ഉണ്ടോ എന്ന് അറിയില്ല, ഇതിന്റെ നമ്മളോട് ചോദിച്ചിരുന്നു ഈ ഒരു കാര്യത്തിന് മാത്രം ചെയ്താൽ മതിയോ. ഈ 369 എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് വേറെ ടെക്നിക്കുകൾ വേറെ ഗോൾസിന് വേണ്ടി ചെയ്യാം, ഒരേ ടൈം ചെയ്യാം. പക്ഷേ നമ്മൾ പല കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു കാര്യത്തിന് സക്സസ് ആകാത്തത്. അതുകൊണ്ടാണ് ഈ 45 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊടുത്തു നോക്കിയേ, സക്സസ് ആകുമോ ഇല്ലെന്നറിയാം. ഇത്രയും നാളും വെയിറ്റ് ചെയ്തില്ലേ, ഈ ഒരു 45 ദിവസം. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ ഇത് ഇനിയും എഴുതാത്ത അഫർമേഷൻ റിസൾട്ട് കിട്ടണമെങ്കിൽ 33 പ്രാവശ്യം എഴുതണം. കേട്ടു? അതാ ഞാൻ പറഞ്ഞ, ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് ആണ്. ഇത് മാത്രം ചെയ്ത് നോക്കൂ. അങ്ങനെയൊന്ന് അഫർമേഷൻസ് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് 33 പ്രാവശ്യം എഴുതണം എന്നോ ഒരു റൂൾസ് റെഗുലേഷൻസ് ഇല്ല. ഓക്കെ, അങ്ങനെ ചില ടെക്നിക്കുകൾ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. 33 തവണ എഴുതുന്ന ടെക്നിക്ക് ഉണ്ട്, അത് വേറെ ടെക്നിക്കാണ്. 55 തവണയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഓരോന്നിനും വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ അത് തന്നെ ചെയ്യണം എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. ഇത് നമ്മൾ ഈ ഗ്രൂപ്പിൽ 369 നമ്മൾ 45 ദിവസത്തേക്ക് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്ത് നമ്മൾ ചെയ്യും. എല്ലാവരും കൂടെ ചേർന്ന് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെ? യെസ് യെസ്, ഇത് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കൂ. അതിനുശേഷം നിങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് പോവുക. മേഡം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓരോരുത്തരായിട്ട് ചോദിക്കും, പറയും. അമ്മയുടെ, അതായത് എനിക്ക് നല്ല ബോഡി പെയിൻ ആണ്, അതെന്റെ നട്ടലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഹെൽത്തി ഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കുമ്പോ എനിക്ക് നെക്സ്റ്റ് ഡേ ഒരു വേദനയ്ക്ക് കുറവുണ്ടാവും. പക്ഷെ എന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാൻ തന്നെ എന്റെ പെയിൻ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുക, അവിടെ ഒന്നും എനിക്ക് അവിടെ വേദനയില്ല, ഇവിടെ വേദനയില്ല. പക്ഷെ എന്റെ മനസ്സ് മുഴുവൻ വേദന അതെങ്ങനെയാ മാറ്റുക? അത് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് വേദന വീണ്ടും അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അത് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? വേദന എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമ്മൾ എന്റെ ശരീരത്തിന് നല്ല സുഖമുണ്ട്, അല്ലെങ്കിൽ എന്റെ ശരീരം നല്ല ഹെൽത്തി ആയിരിക്കുന്നു, എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് എല്ലാ ശാരീരികമായിട്ട് നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ പല അഫർമേഷൻസ് പറയാം. പിന്നെ മാമിന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സ്ട്രെസ് ഉള്ളിക്കൊണ്ട് വെക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സ്ട്രെസ് മാറ്റാനുള്ള ടെക്നിക്കുകൾ ആദ്യം ചെയ്യണം. മെഡിറ്റേഷൻസ് ഉണ്ട്, പിന്നെ ബ്രീത്തിങ് എക്സസൈസുകൾ ഉണ്ട്, പ്രാണായാമം പോലെ. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് മാമിന്റെ മനസ്സിനെ കാം ചെയ്യണം. മാം ഒരുപാട് സ്ട്രെസ് കൊണ്ടുപോയി വെക്കും, അതാണ് നമ്മുടെ ബാക്കിൽ പെയിൻ ഉണ്ടാവുന്നത്, അല്ലേ? അല്ല, എന്റെ കഴുത്ത് തൊട്ട് നട്ടല് വരെ ബൾജായി പോയി. അതെ, അതിന് റീസൺ മാം ഒരുപാട് എന്താ പറയുക, മാമിന് അങ്ങനെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തിയാണോ? എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ഇഷ്യൂസ്? നല്ല ടെൻഷൻ ഒക്കെ ഉണ്ട്. ഒരുപാട് തനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴാണ് ഷോൾഡർ പെയിൻ വരുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഒരു ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള വിചാരം നമുക്കുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യണം. അത് എന്താ പറയുക, അതിന് പല ടെക്നിക്കുകൾ വേറെ ഉണ്ട്. അത് ചെയ്തിട്ട് മാത്രമേ ആ ഒരു ഹീലിംഗ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോകത്തുള്ളൂ. അതെ, ഞാൻ എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും അത് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുക. യെസ്, ഞാൻ പറഞ്ഞ
ഫാമിലിയുടെ തന്നെയാണ്. ഞാൻ തന്നെയാണ് എന്റെ ഇതിലാണ് എല്ലാം നമ്മളിലോട്ട് വരുന്ന കാരണം അതിൽ നിന്ന് റിലീഫ് പറ്റണില്ല. ഞാൻ മെഡിറ്റേഷൻ ഇരുന്നാലും എനിക്കൊരു 5 മിനിറ്റ് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടും എന്തോ ഹാർട്ടിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. ശ്വാസം ഒന്നും ശരിക്കും എടുക്കാൻ പറ്റാത്തൊരു ഫീലാ. മാം ഞാൻ 2 ദിവസം തീർച്ചയായിട്ടും ഹീലിംഗ് ആവശ്യമാണ് മാമിന്. ഒരുപാട് നല്ല ഹീലിംഗ് ആവശ്യം, ഹീലിംഗ് മാഡത്തിന് ആവശ്യമാണ്. പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. ചെയ്യുക. നാളെ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, എല്ലാം വിളിച്ചാൽ മതി. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവർക്കും ഗോളിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഗോൾ ഉണ്ട് അല്ലെ? ഒരു നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ ഗോൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇപ്പൊ ഈ 45 ഡേയ്സ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയില്ലെന്ന് വരും. ചില സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് അടിക്കും. അപ്പൊ അതിന് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഈ പറഞ്ഞോളൂ. ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതെ അതിലിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ജോബിൽ പ്രൊമോഷൻ ആയി, എനിക്ക് സാലറി ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 ഗോളും കൂടി എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. സാലറിയും അത് പ്രൊമോഷൻ രണ്ടും ഒരേ ഇതല്ലേ, അപ്പൊ ചെയ്യാൻ പറ്റും. ഓക്കെ. എനിക്ക് പ്രൊമോഷനും എന്റെ ഇൻക്രിമെന്റും തന്നതിന് നന്ദി എന്ന് പറഞ്ഞു ജോലിയിൽ, അങ്ങനെ എഴുതാം. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് അങ്ങനെ എഴുതാം. റിലേറ്റഡ് ആയിട്ട് എഴുതാം. ഹെൽത്തും കരിയറും ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. പിന്നെ യെസ് വേറെ വേറെ കമ്പനിയില് ഇപ്പൊ വേറൊരു കമ്പനി ജോലി കിട്ടി, ഇൻക്രിമെന്റ് ആയി, പ്രൊമോഷനോട് കൂടി എനിക്ക് ജോലി തന്നു എന്ന് എഴുതാം. അപ്പൊ സാലറി ഇൻക്രീസ് ആവുമല്ലോ. ഓബിയസ് അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളുടെ ഗോള് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് വായിച്ച് നിങ്ങൾ മനസ്സിൽ വായിച്ചാൽ മതി. വായിക്കുമ്പം ഞാനൊരു 5 മിനിറ്റ് തരാം. ഇപ്പം നമുക്ക് 36 അല്ലെ? എനിക്കിവിടെ 36 കാണിക്കുന്നത്. 8:36, 8:40, 41 വരെ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ സമയം തരാം. 5 മിനിറ്റത്തെ സമയം എടുക്കുക. വേഗം വേഗം നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ, ആ ഗോള് വായിക്കുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ എഴുതുക. ഒരു സെപ്പറേറ്റ് പേപ്പറിൽ എഴുതുക. ഓക്കെ, വേഗം വേഗം ഒന്ന് എഴുതിക്കേ. 5 മിനിറ്റ് തരാം. സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അലസത വിചാരിക്കരുത്, വേഗം തന്നെ എഴുതുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ ചെറിയ ചെറിയ പോയിന്റ്സിൽ എഴുതിയാൽ മതി. എന്തായാലും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഓക്കെ, എനിക്ക് ജോലി ആവശ്യം അല്ല, എന്ന ജോലിയാണ്. അപ്പം ആ ജോലിയിൽ എനിക്ക് റിസോഴ്സ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് സ്കില്ലില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരെയില്ല. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. എഴുത്, ഷോർട്ടായിട്ട് എഴുതിയാൽ മതിയേ. 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ എഴുതും.
നിങ്ങളുടെ ഉള്ള് തുറന്ന് എഴുതാം. ആരും വായിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത്, എന്തായിക്കോട്ടെ, അത് നെഗറ്റീവാണ് ഞാൻ എഴുതരുത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിഷമപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ജസ്റ്റ് ഒരു സെന്റൻസിൽ, ഒരു വേർഡിൽ എഴുതുക. എന്തുമായിക്കോട്ടെ. ഒരു മിനിറ്റും കൂടെ ഉള്ളൂ. മാക്സിമം എഴുതാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ എഴുതും. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പതുക്കെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുക. ഓക്കെ, ഇരുന്ന് അല്ലെങ്കിൽ മറ്റു വർക്കുകളൊന്നും ചെയ്യരുത്. ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. വായിക്കേണ്ട. നിങ്ങൾ എഴുതിയ ആ പേപ്പർ കയ്യിലിരിക്കട്ടെ. ഞാൻ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് പറയാം. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ 1 മുതൽ 6 വരെ എണ്ണുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. കണ്ണുകൾ അടച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം 1, 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കണം. വീണ്ടും 1, 2, 3, 4, 5, 6 എന്ന് പറയുമ്പോൾ ശ്വാസം വെളിയിലേക്ക് വരണം. ഇങ്ങനെ നമ്മൾ പലാവർത്തി ചെയ്ത് നമ്മൾ മനസ്സിനെ കാം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നിടത്ത് ഇരിക്കുക. ശ്രദ്ധയോടെ ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ അടുത്ത് വെക്കുക. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2, 3, 4, 5, 6. ശ്വാസം ഹോൾഡ് ചെയ്യുക. 1, 2. ശ്വാസം വെളിയിലേക്ക് വിടുക. മൂക്കിൽ കൂടെ വിടാം, വായിൽ കൂടെ വിടാം. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അങ്ങനെ ചെയ്യാം. 3, 4, 5, 6. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2, 3, 4, 5, 6. ശ്വാസം ഹോൾഡ് ചെയ്യുക. 1, 2. ശ്വാസം വെളിയിലേക്ക് വായിൽ കൂടെ വിടാം. 2, 3, 4, 5, 6. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2, 3, 4, 5, 6. ശ്വാസം ഹോൾഡ് ചെയ്യുക. 1, 2. വീണ്ടും ശ്വാസം വെളിയിലേക്ക് വിടുക. വായിൽ കൂടെ വിടാം. 3, 4, 5, 6. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2, 3, 4, 5, 6. ഹോൾഡ് ചെയ്യുക. 1, 2. ശ്വാസം വെളിയിലേക്ക് വിടുക. 2, 3, 4, 5, 6. വീണ്ടും കണ്ണുകൾ അടച്ച് ശ്വാസം
നോർമലായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക. പല ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ ശബ്ദമുണ്ട്, ഫാനിന്റെ ശബ്ദമുണ്ടാവാം, വീട്ടിലാരെങ്കിലും സംസാരിക്കുന്നുണ്ടാവാം. അതൊന്നും അങ്ങനെ തന്നെ വന്നും പൊയ്ക്കൊട്ടും ഇരിക്കട്ടെ. നിങ്ങൾ എൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഗോളിനെ പറ്റി ഒന്ന് ആലോചിക്കുക. ആ ഗോള് എന്തായിരുന്നാലും ശരി, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയാവാം, നിങ്ങളുടെ ഫിനാൻസ് അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളെ ദൃഢമാക്കുന്നതിനുള്ളതായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആയിരിക്കാം. എന്തായാലും ശരി, അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. യെസ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നോട്ട് ചിന്തിക്കുക. ഒരു ടൈം ട്രാവൽ നിങ്ങൾ നടക്കുകയാണ് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഗോള് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. യെസ്. നല്ല ആരോഗ്യമായ ഒരു ശരീരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ മാറി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ ബാലൻസോടുകൂടെ നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉള്ള ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയിരിക്കും? ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? കാരണം നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ ചുറ്റുപാടുമുള്ളവര് നിങ്ങളെ അനുമോദിക്കുന്നുണ്ട്. അവർക്കും നിങ്ങളുടെ ഈ ഉയർച്ചയിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഒന്ന് വിശ്വസിക്കുക. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വ്യത്യാസം നിങ്ങളുടെ ശരീരത്ത് ഒരു അനുഭൂതി, അല്ലെ, ഒരു സന്തോഷം, ഒരു സമാധാനത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു അനുഭൂതി, ഒരു സമാധാനം. യെസ്, എനിക്ക് കഴിഞ്ഞിരിക്കുന്നു, ഈ ഗോള് ഞാൻ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു അനുഭൂതി. എത്രമാത്രം വ്യത്യാസമായിരിക്കും അല്ലേ? നിങ്ങളുടെ തല മുതൽ പാദം വരെ നിങ്ങൾക്ക് ആ സന്തോഷത്തിന്റെ അനുഭവം അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലേ? യെസ്. ഒരു നിമിഷം നിങ്ങളിലേക്ക് ഒന്നും കൂടെ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ അത് ലോക്ക് ചെയ്യുക. എനിക്കത് ലഭിച്ചു കഴിഞ്ഞ ആ അവസ്ഥയാണിപ്പോൾ. എത്രമാത്രം മനോഹരമായിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സന്തോഷവതിയാണ്, ഞാൻ സന്തോഷവാനാണ്, എനിക്ക് സമാധാനം, എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ഇപ്പോൾ ഉള്ളത്. ഐ എം സോ ഹാപ്പി, ഐ എം എക്സൈറ്റഡ്, ഐ എം പീസ്ഫുൾ. ഞാൻ ആഗ്രഹിച്ച ജോലി, ഞാൻ ആഗ്രഹിച്ച ആരോഗ്യം, എല്ലാം, ഞാൻ ആഗ്രഹിച്ച ബന്ധം, ഞാൻ ആഗ്രഹിച്ച പ്രൊമോഷൻ, ഞാൻ ആഗ്രഹിച്ച വീട്, എല്ലാം എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. നിങ്ങളത് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തില് ഓരോ ഭാഗത്തും ആ ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു നിമിഷമാണ്. യെസ്, നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞ ആ ഫീൽ നിങ്ങൾ അത് ആങ്കർ ചെയ്യുക. ആ ഒരു മൊമെന്റിന്, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്ത് നിങ്ങൾ അത് മാക്സിമം സന്തോഷിക്കുക. മാക്സിമം അത് ലോക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഓരോ സെല്ലിലും അത് അനുഭവിക്കുവാൻ ഈ നിമിഷം നിങ്ങൾക്ക് കഴിയുന്നതായിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം കൊണ്ടും അത് ലോക്ക് ചെയ്യുക. ആ അനുഭൂതി പൂർണ്ണമായിട്ട് നിങ്ങൾ അനുഭവിക്കുക. എത്രമാത്രം മനോഹരമായ ഒരു നിമിഷമാണല്ലേ?
നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞ ആ ഒരു അവസ്ഥ. യെസ്, ഇപ്പോൾ ഉയരങ്ങളിൽ നിന്നും ഒരു സുവർണ നിറമുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ തലയിലൂടെ വന്ന് നിങ്ങളുടെ നെറ്റിയിൽ വീണിട്ട് നിങ്ങളുടെ ഫുൾ ഫേസ്, നിങ്ങളുടെ മുഖം പൂർണ്ണമായും മൂടുന്നു. നിങ്ങളുടെ തലയുടെ പിൻഭാഗം, നിങ്ങളുടെ തലയുടെ കഴുത്ത്, നിങ്ങളുടെ തലയുടെ പിൻഭാഗം, കഴുത്ത്, അതുപോലെ നിങ്ങളുടെ 2 കൈകളിലേക്കും ആ പ്രകാശം ഇറങ്ങി വരികയാണ്, ആ സുവർണ നിറമുള്ള പ്രകാശം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ അത് ബ്രൈറ്റായി, ആ ഒരു ഏരിയയിൽ ഇത് ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പെയിന്, ആ വേദനകള്, അല്ലെങ്കിൽ അവിടെ ഉള്ള ആ എന്ത് ഇഷ്യൂസ് ആയാലും ആ സെൻസേഷൻ ഇഷ്യൂസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ ഇപ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. യെസ്, അവിടെ ആ ഹൃദയ സൈഡിലേക്ക് അത് ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അത് നിങ്ങളുടെ ഓരോ ശരീരഭാഗത്തേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ വയറ്, നിങ്ങളുടെ ശരീരത്തിന് പിൻഭാഗം, അതുപോലെ വീണ്ടും വീണ്ടും ആ പ്രകാശം നിങ്ങളെ താഴേക്ക്, നിങ്ങളെ തുടമേൽ, അതുപോലെ നിങ്ങൾ 2 കാലുകളിലേക്കും പതിക്കുക, താഴേക്ക് ഇറങ്ങി വരികയാണ്. പാദം വരെ, ആ വിരൽ വരെ പൂർണ്ണമായിട്ട് നിങ്ങളിപ്പോൾ ആ ഒരു സുവർണ പ്രകാശത്തിനുള്ളിലാണ്. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് ഇങ്ങനെ പറയാം: ഞാൻ മറ്റുള്ളവരിൽ നിന്നും എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം എന്നിലുണ്ട്. സമൃദ്ധി, സമാധാനം, സന്തോഷം, സ്നേഹം, നല്ല ആരോഗ്യം എല്ലാം എന്നിൽ തന്നെയുണ്ട്. ഞാൻ മറ്റുള്ളവരിൽ നിന്നും എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം എന്നിലുണ്ട്. സമൃദ്ധി, സമാധാനം, സന്തോഷം, സ്നേഹം എല്ലാം എന്നിൽ തന്നെയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗോളും ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി. ഈ പ്രകാശ വലയത്തിനുള്ളിൽ ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. ഈ പ്രകാശ വലയം എനിക്ക് തന്ന ദൈവത്തിന്, ഈ സൃഷ്ടാവിന്, പ്രപഞ്ച ശക്തിക്ക് നന്ദി. ഞാൻ ഈ വോർട്ടെക്സ് ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ ഈ സുവർണ പ്രഭയ്ക്കുള്ളിൽ ഞാൻ എപ്പോഴും സേഫാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണ്. താങ്ക് യു ഗോഡ്. നിങ്ങൾക്കത് അനുഭവിക്കാനും നിങ്ങളുടെ ഓരോ സെല്ലില് അത് രുചിച്ചറിയുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നതിന് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളോടും നന്ദി പറയുക. താങ്ക് യു എന്ന് പറയുക. പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേഷൻ തിരിച്ചു കൊണ്ടുവരാം. വീണ്ടും ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കുക. ശബ്ദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫാനിന്റെ ശബ്ദം, എന്റെ ശബ്ദം, അതുപോലെ മറ്റുള്ള എന്തെങ്കിലും ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈകാലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഞാൻ 1 മുതൽ 3 വരെ എണ്ണുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാം. 1, 2, 3. കൈകളൊക്കെ നന്നായിട്ട് കൂട്ടിത്തിരുമ്മി കൺമേൽ വെച്ചിട്ട് നിങ്ങൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാം. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടല്ലോ, എല്ലാവരുടെയും കയ്യിൽ ആ നെഗറ്റീവായിട്ട് എഴുതിയ പേപ്പർ ഉണ്ടല്ലോ, നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ പോയിട്ട് കത്തിച്ച് കളയാം. വായിച്ചു നോക്കാൻ പാടില്ല. നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയാം. ഓക്കെ? ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ ഫീൽ ഉണ്ടായി? എന്താ നിങ്ങൾക്ക് തോന്നി? കാരണം ഇനിയും നിങ്ങൾ ഗോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ ആ പോസിറ്റീവിലേക്ക് കൂടുതൽ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഈ ഗോൾ നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഓക്കെ,
നല്ലൊരു റിലാക്സ് ആവും. ഇങ്ങനെ റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾ എഴുതുക. ചിലപ്പോ നമ്മള് വൈകിട്ട് ഒക്കെ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയി, രാവിലെ നമുക്ക് അത്രയും വ്യത്യാസം വരത്തില്ല, പക്ഷെ വൈകിട്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മനസ്സ് കാമായിട്ട് വെച്ചതിന് ശേഷം ചെയ്യും. എന്തായാലും ആ ഒരു ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ ചെയ്താൽ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക ഈ 45 ഡേയ്സ്. അപ്പം ഓരോ ദിവസവും ഞാൻ മെസ്സേജ് ഇടാൻ കഴിവതും എന്തെങ്കിലും ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അഭിത്തവ്യം ട്രൈ ചെയ്യും. അഭിത്തവ്യം ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ മൊബൈൽ എടുക്കുക, അലാറം സെറ്റ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. ഓക്കെ, 3 അലാറം സെറ്റ് ചെയ്യുക. രാവിലെ 3 പ്രാവശ്യം എഴുതണം. അങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അലാറം സെറ്റ് ചെയ്യാം. അലാറം സെറ്റ് ചെയ്യാൻ അറിയത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ കറക്റ്റ് സമയം, ഇപ്പൊ 6 മണിയാണെങ്കിൽ രാവിലെ 6 മണി നിങ്ങൾ അലാറം സെറ്റ് ചെയ്തു, 3 പ്രാവശ്യം ഗോൾ എഴുതണം എന്ന് അതിൽ എഴുതി വെച്ചെങ്കിൽ അലാറം അടിക്കും. അതുപോലെ ഉച്ചയ്ക്ക് 12 മണിക്ക് അലാറം അടിക്കും. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് ഒരു ദിവസം പോലും, ഒരു നേരം പോലും തെറ്റിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ ഡെഡിക്കേഷൻ കാണിക്കുന്നത്. നമ്മൾ എത്രയും കൂടുതൽ നമ്മുടെ ബ്രെയിനോട് ഇക്കാര്യം നിനക്കുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യും തോറും നമ്മൾ ആ കാര്യത്തിലേക്ക് എത്തിച്ചേരപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുക. 369 മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മറ്റുള്ള എന്താ പറയുക ടെക്നിക്കിനേക്കാളും കൂടുതൽ ഒരു ഉയർന്ന, ഒന്നും കൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം ഇതിൽ ഒരുപാട് ഡെഡിക്കേഷൻ ഉണ്ട്, ഒരുപാട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫലം അതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? 369 നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. 369 എന്ന് പറഞ്ഞാൽ ഒരു നിക്കോള ടെസ്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയാണ്. AC കറണ്ട് അല്ലെങ്കിൽ മോട്ടോറിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കറണ്ട് ഒക്കെ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ് 3, 6, 9 എന്ന് പറയുന്ന സംഖ്യകൾക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. അത് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ടൈം ഫിക്സ് ഇല്ല. അപ്പൊ നമുക്ക് ടൈം, അതാ ഞാൻ പറഞ്ഞ 6 മുതൽ 12 മണി വരെ നമ്മുടെ ഉച്ച സമയമാണ്. അപ്പൊ അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ചെയ്യും. പക്ഷെ നമ്മളൊരു അലാറം വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കൃത്യനിഷ്ഠയോടെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ മറന്നു പോകില്ല. അതിനാണ് അലാറം വെക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് പിൻ ചെയ്യുക, ഏറ്റവും മേളിൽ വാട്സപ്പിൽ നമ്മുടെ ഈ ഗ്രൂപ്പ് പിൻ ചെയ്ത് വെക്കുക. അപ്പൊ ഓരോ ദിവസവും ഓരോ സമയത്ത് ഞാൻ മെസ്സേജ് ഇടും. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞു. യെസ്. ഒന്നിൽ കൂടുതൽ ഗോൾ സെറ്റ് ചെയ്യാവോ ഒരേ ടൈമില്? ഇതില് ചെയ്യാൻ പറ്റില്ല, വേറെ മെത്തേഡുകളിൽ ചെയ്യാം. വേറെ ഇപ്പം ഇത് ഒരേ ഒരു ഗോളിന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരേ കാര്യത്തിന് റിലേറ്റഡ് ആണെങ്കിൽ ചെയ്യാം. കരിയറിന് വേണ്ടിയിട്ടാണ് 2 ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പക്ഷെ കരിയറും ഹെൽത്തും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സ് കൺഫ്യൂഷൻ ആവും, ഏതാ ചെയ്യേണ്ടേ. നമ്മുടെ അടുത്തേക്ക് ഇന്ന കാര്യം വരുമ്പം നമുക്ക് മനസ്സിലാകാതെ പോകും. പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരും. താങ്ക് യു മാഡം. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മേഡം അപ്പൊ വൈൻഡപ്പ് ചെയ്യാല്ലേ മേഡം? അതെ. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലിടാം. ഈ 45 ഡേയ്സ് ശേഷം അടുത്ത ഗോൾ സെറ്റ് ചെയ്യാലോ അല്ലെ? യെസ്. 45 ഡേയ്സിന് ശേഷം ഇത് വിടുക, അടുത്ത ഗോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയും, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ മുന്നോട്ട് തരും, നിങ്ങൾക്ക് അതിൽ കൂടെ പോകും. അതിനുശേഷം നിങ്ങൾ അടുത്ത കാര്യം നോക്കും. പിന്നെ വേറെ മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് 369 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 33x3 ഉണ്ട്, അത് വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാം. വിഷൻ ബോർഡ് ചെയ്യാം, പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊന്നും ഒരുമിച്ച് ചെയ്യത്തില്ല, പ്രാക്ടിക്കൽ അല്ല. കാരണം നമുക്ക് വേറെ വർക്കുകളും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണ്ട, ഒന്ന് ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കും. ഒന്ന് നിങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഒരുപാട് കൂടുതലാവും. പിന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്
എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 45 ദിവസം ചെയ്യണം. കാരണം പലര് വോട്ട് ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇട്ടില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ ഇതില് ഇതായിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ നിങ്ങളത് 9 പ്രാവശ്യം എഴുതുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ നൈറ്റ് മുതലാണോ തുടങ്ങുന്നല്ലേ? അല്ല, നൈറ്റ് മുതലല്ല തുടങ്ങേണ്ടത്, രാവിലെ മുതലാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഇതുവരെ മാം നാളെ- സ്റ്റാർട്ട് അപ്പൊ ചെയ്തെങ്കിൽ നാളെ നാളെ മുതൽ- രാവിലെ മുതൽ തുടങ്ങാം. അപ്പൊ മാമിന്റെ ഓക്കെ, 1ാമത്തെ ദിവസമാണ് നാളെ, അങ്ങനെ നാളെ. വിചാരിക്കും. ഓക്കെ. അപ്പൊ അലാറം സെറ്റ് ചെയ്ത് വെക്കുക മാം. ഞാൻ ഉം. ഗ്രൂപ്പിൽ ഓൾറെഡി തുടങ്ങി, അപ്പൊ അത് വെച്ച് കൺഫ്യൂഷൻ ആകണ്ട. നാളെ മുതൽ മാം തുടങ്ങുക. അലാറം എടുത്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല്, അലാറം സെറ്റ് ചെയ്യാൻ അറിയാമോ? അല്ലെങ്കിൽ ആരോടെങ്കിലും വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. അലാറം എടുക്കുക. ഓക്കെ, സെറ്റ് ചെയ്യാൻ അറിയാം? പിൻ സെറ്റ് അറിയാം. അറിയാം. ഓക്കെ, എന്നിട്ട് അലാറത്തിൽ ഇങ്ങനെ പ്ലസ് സൈൻ ഉണ്ട്, അവിടെ ഒരു ഇന്നത്തെ കാണുന്നില്ലായിരിക്കും അല്ലെ? പ്ലസ് സൈൻ ഉണ്ട്. പ്ലസ് സൈൻ ഇട്ടാല് നമുക്ക് എത്ര അല്ല, അലാറം വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. അല്ല, ഒരേ ദിവസം അല്ല, എല്ലാ ദിവസവും ഒരേ ടൈം ആവശ്യമില്ലല്ലോ. ചിലപ്പോ 6 അങ്ങനെയില്ല, മണി ആവശ്യം 7 ആണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മറന്നു പോകാതെ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ ഇല്ല, അലാറം മറക്കില്ല. മറക്കില്ല. രാവിലെ, കാരണം ഒരു നേരം പോലും തെറ്റിക്കാൻ പാടില്ല. ഒരു നേരം കൂടെ തെറ്റിച്ചാല് വീണ്ടും ദിവസം ഒന്നെന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. ഒന്നേ തുടങ്ങും. അതെ, 1 ദിവസം ഉണ്ടല്ലോ. അതെ. അപ്പൊ ഈ 45 ദിവസം എന്ന് പറഞ്ഞാണല്ലോ, ഇതാന്ന് പറഞ്ഞിട്ട് പോകും. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷനോടുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോവാം. നമ്മൾ അറിയത്തില്ല ടൈം പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു വന്നതിന്. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോള് ഇത്രയും വേഗം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. താങ്ക് യു. Thank you.